ഹായ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വട്ടയപ്പത്തിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് എനിക്കറിയില്ല. ഇത് എൻ്റെ ഒരു രീതിയാണ്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്തിട്ട് പറയണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ വെച്ചിട്ട് അതിലേക്ക് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ ചെറിയ ചൂടുവെള്ളവും 1 ടീസ്പൂൺ ഈസ്റ്റും 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് മാറ്റി വയ്ക്കുക കേട്ടോ. ഇനി വേറൊരു ബൗൾ വെച്ചിട്ട് അതിലേക്ക് 2 കപ്പ് അരിപ്പൊടി, വറുത്തരിപ്പൊടിയാണ് ചേർക്കുന്നത്. 1 കപ്പ് തേങ്ങ ചിരകിയതും, 1/2 കപ്പ് ചോറും, 1/2 കപ്പ് പഞ്ചസാരയും, ഒപ്പം തന്നെ ഒരു 3 ഏലക്ക പൊടിച്ചതും ഇട്ടിട്ട് നേരത്തെ തയ്യാറാക്കിയ ഈസ്റ്റ് മിശ്രിതം ഉണ്ടല്ലോ, ആ ഒരു പൊങ്ങി വന്നിട്ടുണ്ടാവും നല്ല രീതിയിൽ. അത് ഇതിലേക്ക് ഒഴിച്ച് 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് നല്ല എല്ലായിടത്തും നല്ല രീതിയിൽ മിക്സ് ആവുന്ന രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടത് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. എനിക്കിവിടെ 2 തവണ ആയിട്ട് ഇട്ട് അരയ്ക്കേണ്ട വന്നാലും മിക്സിയുടെ ജാർ ഇത്തിരി ചെറുതാണ്. അപ്പോൾ അതിലേക്ക് 2 തവണയായിട്ടാണ് കേട്ടോ ഞാൻ ഇട്ടിട്ട് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പം ഒരു തവണ നമ്മളിവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത തവണ അടുത്തതും കൂടി അരച്ചെടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യണേ. പിന്നെ എന്താ പറയുക, നിങ്ങളുടെ സപ്പോർട്ടും ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് എനിക്ക് എന്നൊന്ന് വീഡിയോ ഇടാൻ തന്നെ ഒരു ഇൻട്രസ്റ്റ് ആണ്. കുറച്ച് പേരെങ്കിലും കാണുന്നുണ്ടല്ലോ, എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളൊരിത് എനിക്കുണ്ട്. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന്, എൻ്റെ വ്യൂവേഴ്സിന് ഒക്കെ എന്തായാലും കാണാൻ കുറച്ച് പേരെങ്കിലും ഉണ്ടല്ലോ, അതന്നെ ഒരു വലിയ കാര്യമല്ലേ. അപ്പോൾ നിങ്ങൾ എൻ്റെ എന്താ പറയുക വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു ഇനിയും. അപ്പോൾ 2ാമത്തെ ട്രിപ്പ് നമ്മളത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു 7:30 നേരത്തെ അരച്ച് വെച്ചിട്ട് പിറ്റേന്ന് ദിവസം ഒരു 7:30ക്കാണ് ഞാൻ ഉണ്ടാക്കിയത്. ഏകദേശം 12 മണിക്കൂറോളം ഇത് നന്നായി പൊങ്ങി വരാനായിട്ട് ടൈം എടുത്തിട്ട് തണുവ് കാലമായതുകൊണ്ടാണ്. അപ്പോൾ ഞാനിത് നല്ല രീതിയിൽ വീണ്ടും മിക്സ് ചെയ്ത് ഉപ്പൊക്കെ നോക്കി മധുരം വേണമെങ്കിൽ മധുരമൊക്കെ ഇടാം. ഞാൻ ചിക്കൻ കറി കൂട്ടി കഴിക്കുക അല്ലെങ്കിൽ കറി എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചിട്ട് മധുരം കുറച്ച് കുറവായിട്ടുള്ളത്. അങ്ങനെ അത് മാറ്റി നമ്മൾ അരച്ച് നല്ല രീതിയിൽ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പിറ്റേന്ന് ദിവസം നോക്കുമ്പോൾ നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നെയ്യിൽ കുറച്ച് മുന്തിരി ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്. 2 പ്ലേറ്റ് ഞാൻ ഉണ്ടാക്കാനുള്ള ഒരു പ്ലേറ്റ് എടുത്തിട്ട് സ്റ്റീൽ പ്ലേറ്റിലാണ് ഉണ്ടാക്കിയത്. നല്ല രീതിയിൽ അത് ഓയിലൊക്കെ പറ്റി നെയ്യ് തടവി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഉണ്ടാക്കാൻ പോകുന്ന ആ ജസ്റ്റ് ടൈമിലാണ് നമ്മളിതൊന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. പൊന്തി വന്നതൊന്നും എല്ലാം മാവും കൂടി നന്നായി അടിയിൽ നിന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു അപ്പത്തട്ട് വെച്ചിട്ട് നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ ഉണ്ടാക്കാം കേട്ടോ. ഇതുപോലെ കണ്ട വളരെ നല്ല ടേസ്റ്റിൽ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. മധുരം കുറച്ച് കുറവായിരുന്നു, കാരണം എന്ന് വെച്ചാൽ നമ്മൾ കറി കൂട്ടി കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതുകൊണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. കണ്ടില്ലേ, നല്ല കാണുമ്പോൾ തന്നെ അറിയാലോ, നല്ല സോഫ്റ്റ് വട്ടയപ്പാണ്. അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് കറിയൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ കഴിച്ച ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കണ്ടിഷ്ടമായെന്ന് വിചാരിക്കും.